മണിക്കൂറുകൾക്ക് മുമ്പാണ് സീരിയൽ നടൻ രാഹുൽ കഴിഞ്ഞ 2.5 വർഷത്തോളമായി താനും ഭാര്യയും കരിയറിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വീഡിയോ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടതും. പിന്നാലെ നടനും ഭാര്യയ്ക്കും പിന്തുണയുമായി എല്ലാവരും എത്തി. ഇപ്പോഴിതാ രാഹുലിൻ്റെ ഭാര്യയും നടിയുമായ അശ്വതിയും ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ കൊണ്ട് ഇരുവരും മാനസികമായി അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ടെന്ന് ഹൃദയം നുറുങ്ങുന്ന വേദനയിലാണ് അശ്വതി പറഞ്ഞിരിക്കുന്നത്. അശ്വതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമസ്കാരം, ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോയുമായി വരാൻ കാരണം, ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് രാഹുൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്റ്റോറിയിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ വീഡിയോ ഇട്ടിരുന്നത്. 2.5 വർഷം മുന്നേയുള്ള കാര്യമാണിത്. രാഹുൽ പറഞ്ഞതുപോലെ ചെറിയൊരു റൂമർ. അതുകാരണം ഞങ്ങൾ മാനസികമായി നേരിട്ടത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോഴും അതേക്കുറിച്ച് ധാരണയില്ലാതെ ഒരുപാട് ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ കൺസീവ് ആയിരുന്നു ആ സമയത്ത്. എന്നാൽ അപ്പോഴുണ്ടായ ഡിപ്രഷൻ കാരണം അത് ഞങ്ങൾക്ക് നഷ്ടമായി. എന്നിട്ടും ഞങ്ങൾ പ്രതികരിക്കാനോ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു എക്സ്പ്ലനേഷനുമായിട്ടോ പോയില്ല. എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെയൊരു കാര്യത്തിൽ നമ്മൾ എന്തു പറയാനാണ്? കേൾക്കുന്നവർ ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് പറയുന്ന വിഷയമാണിത്. പക്ഷേ ഇത് നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ മരിച്ച സമയമാണ്. ഞാനും രാഹുലും ഒന്നിച്ചൊരു പ്രൊജക്റ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയി. ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു. ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 3 മാസത്തോളം ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. കാരണം പെട്ടെന്നുണ്ടായ മരണം ഞങ്ങൾ ഫാമിലിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഏതിലെങ്കിലും എൻഗേജ്ഡ് ആവണം എന്ന ചിന്തയിൽ പ്രോജക്റ്റുകൾ അന്വേഷിക്കവെയാണ് വരുന്ന എൻക്വയറീസിൽ കോൺടാക്ട് ചെയ്ത് അവർ പിന്നെ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ റിജക്റ്റ് ചെയ്തു എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ വന്നിരുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ ഹസ്ബൻഡിന് ഒരു പ്രോജക്റ്റ് കൊടുത്താൽ അത് ഭാര്യ എന്ന നിലയിൽ അശ്വതി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, അങ്ങനെയുള്ള ഒരാളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ഞങ്ങളുടെ വരുമാനത്തെയും ജോലിയെയും ഒക്കെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. വേറെ വർക്കുകളൊന്നും വരാതായപ്പോൾ പഠിച്ച പ്രൊഫഷനിലേക്ക് തിരിയാം എന്നൊക്കെ കരുതി. ബ്രേക്ക് എടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റാത്തതിനാൽ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞ് പുതിയ പ്രൊജക്റ്റുകളിൽ കയറി. ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുന്നവർ ഞാൻ മാറിക്കഴിയുമ്പോൾ എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് ഞാനൊരു ടെററാണ്, ഭർത്താവിൻ്റെ കരിയർ തന്നെ നശിപ്പിച്ച ഒരാളാണ് എന്നൊക്കെയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഭർത്താവോ ഭാര്യയോ പരസ്പരം കരിയർ നശിപ്പിക്കുന്നവരല്ല. എത്രത്തോളം കരിയർ മേക്ക് ചെയ്യാൻ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു ഭാര്യ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ജോലിയില്ലാതെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ മരണം, കൺസീവായ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ വേദന, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് അപ്പോൾ ഞങ്ങൾ 2 പേരും കടന്നുപോയത്. ഒരു സ്ത്രീക്ക് എപ്പോഴും മറ്റൊരു സ്ത്രീയാണ് ശത്രുവാകുന്നത്. അതുതന്നെയാണ് എനിക്കും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ പേരുടെ അടുത്തു പോയി പറയുന്നതും സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുക. ഞങ്ങൾ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നവർ ദയവ് ചെയ്ത് നിർത്തുക. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചു കിട്ടുന്നതല്ല. പക്ഷേ ഉപദ്രവിക്കരുത്. വളരെ റിക്വസ്റ്റ് ചെയ്ത് എല്ലാവരോടും പറയുന്ന കാര്യമാണിത്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ എന്ന് പറഞ്ഞാണ് അശ്വതി വീഡിയോ അവസാനിപ്പിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.